തെലങ്കാനയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ദിശ വ്യക്തമായി സൂചിപ്പിക്കുന്ന വിധിയാണ്. 7 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ 4 കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചു എന്നത് സാധാരണ വിജയം മാത്രമല്ല, അത് ജനങ്ങൾ BJPയുടെയും BRSൻ്റെയും രാഷ്ട്രീയ ശൈലിയോട് പ്രകടിപ്പിച്ച അസ്വീകാര്യതയുടെ ശക്തമായ ഒരു മറുപടി കൂടിയാണ്. ഭൂരിപക്ഷം ആർക്കും ലഭിക്കാതിരുന്ന ഖമ്മം ജില്ലയിലെ കോതകുളം മുനിസിപ്പൽ കോർപ്പറേഷനിൽ 5 സ്വതന്ത്ര കൗൺസിലർമാർ കോൺഗ്രസിൽ ചേർന്നത് ഈ രാഷ്ട്രീയ പ്രവാഹം ഏത് ദിശയിലാണ് എന്നുള്ളത് കൂടുതൽ വ്യക്തമാക്കുന്നതാണ്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പൊങ്കുലേട്ടി ശ്രീനിവാസ റെഡ്ഡിയുടെ സാന്നിധ്യത്തിലാണ് 5 സ്വതന്ത്രരും കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. ഇതോടെ 60 അംഗങ്ങളുള്ള കോർപ്പറേഷൻ, അതിൽ കോൺഗ്രസിൻ്റെ അംഗസംഖ്യ 27ആയി മാറിയിട്ടുണ്ട്. CPI 22 സീറ്റുകളിൽ വിജയിച്ച സാഹചര്യത്തിൽ കോൺഗ്രസും CPIയും അവർ തമ്മിൽ 2 വർഷം വീതം മേയർ പദവി പങ്കിടുവാൻ ധാരണയായത് തന്നെ രാഷ്ട്രീയ പക്വതയുടെ ഒരു ഉദാഹരണമാണ്. അധികാരം പിടിക്കുവാൻ ഏതു മാർഗവും സ്വീകരിക്കുന്ന BJP ശൈലിക്ക് വിപരീതമായി ജനവിധിയെ മാനിച്ചുകൊണ്ട് കൂട്ടുകെട്ട് രൂപീകരിക്കുവാനുള്ള തയ്യാറെടുപ്പാണ് കോൺഗ്രസ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് സ്വതന്ത്ര കൗൺസിലർമാരുടെ തീരുമാനമാണ്. അവർ BJPയെയോ അല്ലെങ്കിൽ BRSനെയോ തിരഞ്ഞെടുത്തില്ല, അവർ കോൺഗ്രസിനെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. ഇത് ഒരു സാധാരണ രാഷ്ട്രീയ നീക്കമായി കാണാൻ സാധിക്കില്ല. ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ഭരണം, അത് കോൺഗ്രസ് നൽകുന്ന ഈ ഒരു സർക്കാരിൽ അതിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കണ്ടത്. BJP സംസ്ഥാനത്ത് ശക്തമായ പ്രചരണം നടത്തിയിട്ടും പലയിടങ്ങളിലും നിർണായക സ്വാധീനം ചെലുത്തുവാൻ സാധിക്കാത്തത് അവരുടെ രാഷ്ട്രീയ നിലപാടുകളോട് ജനങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സൂചനയാണത്. BJP പലപ്പോഴും ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേന്ദ്ര സംസ്ഥാന സഹകരണം വികസനത്തിന് വഴിയൊരുക്കുമെന്ന് വാദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നിലത്തിറങ്ങി കാര്യങ്ങൾ വീക്ഷിക്കുമ്പോൾ കാണുന്നത് വിഭജനവും ധ്രുവീകരണവും മാത്രമാണ്. പ്രാദേശിക ഭരണ സംവിധാനങ്ങളിൽ പോലും മതവർഗീയ രാഷ്ട്രീയത്തിൻ്റെ നിഴൽ വീഴ്ത്തുവാൻ ശ്രമിക്കുന്ന ഒരു സമീപനമാണ് BJPയുടേത്. ഇതിന് മറുപടിയായാണ് കോൺഗ്രസ് വികസനവും കൂട്ടായ്മയും മുൻനിർത്തി മുന്നേറുന്നത്. ഇവിടെ കോൺഗ്രസും CPIയും തമ്മിലുള്ള ധാരണ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ്. ജനങ്ങൾക്ക് സ്ഥിരതയുള്ള ഒരു ഭരണമാണ് ആവശ്യം. BJP സാധാരണയായി പിന്തുടരുന്നത് എതിർ പാർട്ടികളെ തകർക്കുവാനുള്ള ഒരു രാഷ്ട്രീയമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം എതിർകക്ഷികളിലെ അംഗങ്ങളെ സമ്മർദ്ദത്തിലൂടെ തങ്ങളുടെ പക്ഷത്തേക്ക് ചേർക്കുവാൻ ശ്രമിക്കുന്ന ഒരു ശൈലി, അത് BJP പല സംസ്ഥാനങ്ങളിലും പരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ തെലങ്കാനയിൽ സംഭവിക്കുന്നത് അതിൻ്റെ നേർവിപരീതമാണ്. സ്വതന്ത്രരും മറ്റു കക്ഷികളും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സമീപനത്തോടാണ് അടുപ്പം കാണിച്ചിരിക്കുന്നത്. ഇത് വെറും കോർപ്പറേഷൻ ഭരണത്തിലെ കണക്ക് കൂട്ടലല്ല, സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ദിശാസൂചികയാണ്. 4 വ്യക്തമായ ഭൂരിപക്ഷവും മറ്റിടങ്ങളിൽ കൂട്ടുകെട്ടിലൂടെ സ്ഥിരതയും ഉറപ്പാക്കുന്നത് കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തിയും അതുപോലെ തന്നെ നേതൃത്വ പക്വതയും വ്യക്തമാക്കുന്ന കാര്യമാണ്. BJP ശക്തമായ പ്രചരണവും കേന്ദ്ര നേതാക്കന്മാരുടെ സാന്നിധ്യവും ഉപയോഗിച്ചിട്ട് പോലും പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാനാവാത്തത് അവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ജനങ്ങളിൽ പ്രതികൂലമായി തിരിച്ചടിച്ചുവെന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ്. BJP എപ്പോഴും എതിർ ശബ്ദങ്ങളെ ശത്രുതാപരമായി ചിത്രീകരിക്കുമ്പോൾ കോൺഗ്രസ് ആകട്ടെ ആശയ വ്യത്യാസങ്ങൾക്കിടയിൽ പോലും അവരോട് സഹകരിക്കുവാൻ തയ്യാറാവുകയാണ്. ഇതാണ് ജനാധിപത്യത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. ഭരണത്തിൽ പങ്കാളിത്തം നൽകുകയും ഉത്തരവാദിത്വം പങ്കിടുകയും ചെയ്യുന്നത് ഭരണസ്ഥിരതയ്ക്കും അതുപോലെ തന്നെ വികസനത്തിനും അനുകൂലമാണ്. BJP പലപ്പോഴും കോൺഗ്രസിനെ ബലഹീന പാർട്ടിയായി ചിത്രീകരിക്കുവാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ തെലങ്കാനയിലെ ഈ ഫലങ്ങൾ അത് ആ ഒരു വാദത്തെ കൃത്യമായും തള്ളിക്കളയുകയാണ്. ജനങ്ങൾ വികസനവും സാമൂഹ്യ ഐക്യവും ഉറപ്പാക്കുന്ന രാഷ്ട്രീയത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സ്വതന്ത്ര കൗൺസിലർമാരുടെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവ് അതിൻ്റെ ഏറ്റവും പുതിയ ഒരു തെളിവാണ്. അധികാരം പിടിക്കുവാൻ ഭീഷണിയും സമ്മർദ്ദവും ആശ്രയിക്കുന്ന രാഷ്ട്രീയത്തിന് പകരം വിശ്വാസവും അതുപോലെ തന്നെ കൂട്ടായ്മയും അടിസ്ഥാനമാക്കിയ ഭരണമാണ് ഇവിടെ രൂപം കൊള്ളുന്നത്. ജനങ്ങളുടെ വിധിയെ മാനിക്കുകയും കൂട്ടായ്മയിലൂടെ സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഭാവിയിലെ രാഷ്ട്രീയത്തിന് മാതൃകയാവേണ്ടത്. BJPയുടെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങൾ നൽകിയ മറുപടി തന്നെയാണ് തെലങ്കാനയിലെ ഈ ഫലങ്ങൾ. തെലങ്കാനയിൽ ഉയർന്നു വരുന്നത് ഐക്യത്തിൻ്റെ രാഷ്ട്രീയമാണ്. അതിൻ്റെ നേട്ടം അത് കോൺഗ്രസിന് കൂടിയുള്ളതാണ്.